മക്കളെ, ജെറൂസലം വചന കൂടാരത്തിലേക്ക് കണ്ണും ഹൃദയം വെച്ച് പ്രാർത്ഥനാസ്വരം ശ്രവിക്കാൻ കാത്തിരിക്കുന്ന മക്കളോടാണ് അച്ഛൻ സംസാരിക്കുന്നത്. ഒത്തിരിയേറെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമായിട്ടുള്ളവരുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടേതായ പ്രയാസങ്ങൾ, ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഒരു കുടുംബത്തിന് അതിൻ്റെതായ പ്രയാസങ്ങൾ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ മനുഷ്യനെ കുന്നുകൂടുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ ആരംഭമെന്ന് വചനം നമ്മെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 4-ാം വാക്യം. ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങിയിരിക്കും. മനുഷ്യന്റെ ചിന്തയിലാണ് ഈ മാലിന്യങ്ങൾ ഉണ്ടായിത്തീരുന്നത്. മനുഷ്യന്റെ ചിന്തയിൽ നിന്നാണ് നന്മകളും തിന്മകളും ഉണ്ടാകുന്നത്. ഓർക്കണേ, ചിന്ത വിതച്ച് പ്രവൃത്തി, പ്രവൃത്തി വിതച്ച് ശീലം, ശീലം വിതച്ച് സ്വഭാവം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിന്തയിൽ ഉദിച്ചതാണ്, ചിന്തയിൽ മുളച്ചതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തിന്മകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആരംഭം ചിന്തയിലാണ്. അതുകൊണ്ടാണ് പ്രഭാഷകൻ പറഞ്ഞത്, ചിന്തയിൽ മാലിന്യം തങ്ങിയിരിക്കും. കുഞ്ഞുനാളിൽ, പ്രത്യേകമായി 3 വയസ്സ് തുടങ്ങി 5 വയസ്സ് വരെ ഉള്ള പ്രായത്തിൽ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ പഠിക്കുന്നത് അത് ജീവിതത്തിന്റെ അവസാനം വരെ നമ്മളെ അനുഗമിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കണം, നിർമ്മലമായ ഹൃദയം എനിക്ക് തരണമേ, അചഞ്ചലമായ നവചൈതന്യം എനിക്ക് തരണമേ. പല കാര്യങ്ങളിൽ വ്യാപൃതമാകാതെ എൻ്റെ ചിന്തയെ വിശുദ്ധീകരിക്കാനും പവിത്രീകരിക്കുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.